ഈറ്റ സ്ട്രോങ് ഫീമെയിൽ പ്രസൻസ് ഉള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, ജയൻ, സോമൻ, സുകുമാരൻ, രതീഷ് തുടങ്ങിയ താരങ്ങളെ മലയാള സിനിമയിൽ മുൻനിരയിലെത്തിക്കാൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ടു അഡ്രസ്സിംഗ് റിലവന്റ് സോഷ്യൽ ഇഷ്യൂസ് എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. 1980-കൾക്ക് മുൻപ് മുഖ്യധാര മലയാള സിനിമയിൽ ടൈറ്റിലേഷൻ താൻ മറിച്ച് സാമൂഹിക വിഷയങ്ങളെയും മനുഷ്യബന്ധങ്ങളെയും യാഥാർത്ഥ്യബോധത്തിൽ സമീപിക്കാനുള്ള ശ്രമമായിരുന്നു. ഈ സമീപനം മലയാള സിനിമയിലെ കേവലം സ്റ്റുഡിയോ സെറ്റുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് യഥാർത്ഥ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഈറ്റയിൽ ഒരു നിഷിദ്ധമായ വിഷയം കൈകാര്യം ചെയ്തത് കേവലം മുൻപ് അന്നമ്മയുടെ കുഞ്ഞിനെ നോക്കാൻ രാമു വറുത്തുണ്ണിയോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് വറുത്തുണ്ണി ഗോപാലനെ കൊല്ലുന്നു. വ്യക്തിപരമായ ആഗ്രഹങ്ങളെയും അതിൻ്റെ അനന്തരഫലങ്ങളെയും ധീരമായി അവതരിപ്പിച്ചു. ഇത് അന്നത്തെ കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്ന ധാർമ്മികതയുടെയും സാമൂഹിക നിയമങ്ങളുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെയും സംഘർഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അന്നാമയുടെ ചില വിലയിരുത്തലുകൾ പറയുന്നു: ചിലപ്പോൾ അത് ടച്ചസ് യുവർ സോൾ സോ ഡീപ് ദാറ്റ് ടിയേഴ്സ്. രാജൻ്റെ സംഗീതം ഈറ്റയുടെ വാണിജ്യപരമായ വിജയത്തിനും കലാപരമായ മൂല്യത്തിനും വലിയ സംഭാവന നൽകി. ഗാനങ്ങൾ സിനിമയുടെ പ്രമേയങ്ങളെയും കഥാപാത്രങ്ങളുടെ വൈകാരിക യാത്രകളെയും കൂടുതൽ ആഴത്തിൽ, ഉദാഹരണത്തിന് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളെ സൂക്ഷ്മമായി പകർത്താൻ ക്ലോസപ്പുകൾ സഹായിച്ചിരുന്നേക്കാം. സംഘർഷഭരിതമായ രംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ ഒരു പ്രധാന ചിത്രമാണ്. ഒതന്റിക്കലി ഗ്രൗണ്ടഡ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് കമ്മിറ്റിയും ചെയ്യും.